കഴുകി വൃത്തിയാക്കിയ കക്കർച്ചിയിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഫിഷ് മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് നേരം. ഇതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. കക്കർച്ചി മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച കക്കർച്ചി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇനി വേറൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു വലിയൊരു സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ കക്കർച്ചി ഫ്രൈ ചെയ്യാൻ വെച്ചത് അടി പിടിക്കാതെ കരിയാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാളയും തക്കാളിയും വഴറ്റിയതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമ്മളെ കക്കർച്ചി അവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ചൂടോടെ ഉപയോഗിക്കാം.